ചതുർഭുജം വരയ്ക്കുന്ന മറ്റൊരു രീതി നമുക്ക് നോക്കാം. ഒരു ചതുർഭുജത്തിൻ്റെ 4 വശവും ഒരു വികർണവും തന്നാൽ ചതുർഭുജം എങ്ങനെ വരയ്ക്കാം? നമുക്ക് നോക്കിയാലോ. ചിത്രത്തിൽ EFGH എന്ന ചതുർഭുജത്തിൽ EF സമം 4 സെൻറ്റിമീറ്റർ, FG സമം 7 സെൻറ്റിമീറ്റർ, GH സമം 5 സെൻറ്റിമീറ്റർ, HE സമം 5.5 സെൻറ്റിമീറ്റർ, EG സമം 8 സെൻറ്റിമീറ്റർ. ഇവിടെ EG എന്നത് ഈ ചതുർഭുജത്തിൻ്റെ വികർണമാണ് അല്ലേ? ഈ വികർണം ഈ ചതുർഭുജത്തെ 2 ത്രികോണങ്ങളാക്കുന്നു. ഏതാണവ? EFGയും EGHും. എങ്കിൽ 2 ത്രികോണങ്ങൾ വരച്ചാൽ നമുക്ക് ചതുർഭുജം വരയ്ക്കാം അല്ലേ? അതിനായി EG 8 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ ഒരു വര വരയ്ക്കുന്നു. അതിനുശേഷം ഇയിൽ നിന്നും 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ചാപവും ജിയിൽ നിന്ന് 7 സെൻറ്റിമീറ്റർ നീളത്തിൽ മറ്റൊരു ചാപവും നമുക്ക് വരയ്ക്കാം. ഈ 2 ചാപങ്ങൾ കൂടി കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് എന്ത്? ചതുർഭുജത്തിൻ്റെ മറ്റൊരു ശീർഷമായ എഫ്. ഈ എഫിൽ നിന്നും ഇയിലേക്കും ജിയിലേക്കും നമുക്ക് വരകൾ കൂട്ടിയോജിപ്പിക്കാം. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ത്രികോണം ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ്. അതിനായി ചതുർഭുജത്തിൻ്റെ മറ്റൊരു ശീർഷമായ എച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇയിൽ നിന്ന് 5.5 സെൻറ്റിമീറ്റർ അകലത്തിലും ജിയിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലത്തിലും നിൽക്കുന്ന എച്ച് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കിയാലോ. ഇയിൽ നിന്ന് 5.5 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു ചാപം വരയ്ക്കുന്നു. അതുപോലെ ജിയിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ നീളത്തിൽ മറ്റൊരു ചാപവും വരയ്ക്കുന്നു. ഈ 2 ചാപവും കൂടി കൂട്ടിമുട്ടുന്ന ബിന്ദു ശ്രദ്ധിച്ചുവല്ലോ. നമുക്ക് കാണാം ആ നീല പൊട്ടുപോലെ കാണുന്ന ആ ഭാഗം അല്ലേ? ഈ 2 ചാപങ്ങൾ കൂടി കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് എച്ച്. എങ്കിൽ ഇയിൽ നിന്നും ജിയിൽ നിന്നും നമുക്ക് എച്ചിലേക്ക് 2 വരകൾ വരയ്ക്കാം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ EFGH എന്ന ചതുർഭുജം നമുക്ക് കിട്ടിയല്ലോ. ഇതേ ചതുർഭുജം നിങ്ങളും ഒന്ന് വരച്ചു നോക്കൂ.